നമസ്കാരം. ബി.ജെ.പി. നേതാവ് കെ സുരേന്ദ്രൻ്റെ പൂതന പരാമർശം വിവാദങ്ങളിൽ ഇടം പിടിക്കുകയാണ്. മാപ്പ് പറഞ്ഞില്ലെങ്കിൽ കെ സുരേന്ദ്രനെതിരെ നടപടിയെടുക്കണം എന്ന ആവശ്യമാണ് വി.ഡി. സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഓരോരുത്തരുടെ സംസ്കാരവും നിലവാരവുമാണ് പുറത്തുവരുന്നത് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസും പ്രതികരിക്കുന്നു. കെ സുരേന്ദ്രൻ്റെ വാക്കുകൾ പരിധി വിട്ടോ എന്നതാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പൊതുവേദിയിൽ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, അങ്ങ് ഒരുപക്ഷെ കേട്ടിരിക്കുമല്ലോ ഈ കെ സുരേന്ദ്രൻ്റെ വാക്കുകൾ. എന്ത് തോന്നി അത് കേട്ടിട്ട്? നമസ്കാരം സാറേ. നമസ്കാരം. കേട്ടു, പറഞ്ഞു കേട്ട് അതിന് പ്രതികരിച്ചത് ഇപ്പോ സുധാകരനും ഇവരൊക്കെയാണ്. പിന്നെ റിയാസ് പറഞ്ഞു അത് ഓലെ മര്യാദയാണ്, ഓലെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. വേറെ ആരും പറഞ്ഞതൊന്നും കണ്ടില്ല. എങ്കിലും കൂടിയിട്ട് ഈ സ്ത്രീകളെ അപമാനിക്കത്തക്ക ഒരു വർത്താനാണ് പറഞ്ഞത്. അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് ശ്രീ മുഹമ്മദ് വിചാരിക്കുന്നത് അല്ലേ? അത് ഒഴിവാക്കാമായിരുന്നു. കാരണം അദ്ദേഹം രാഷ്ട്രീയ നേതാവല്ലേ. അദ്ദേഹം അഴിമതിയെ ചൂണ്ടിക്കാണിക്കാനാണ് ഇത് പറഞ്ഞതെന്നാണ് പറയുന്നത്. ഏതായാലും ഇങ്ങനെ ഉള്ളൊരു വാക്ക് ഒരു പരിധി വിട്ടു എന്നാണ് അങ്ങ് പറയുന്നത്. ഏതായാലും അല്ലേ? വളരെ നന്ദി ശ്രീ മുഹമ്മദ് അവിടെ നിന്ന് വിളിക്കുക, അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തു. ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ വിളിക്കുന്നു. ശിവദാസൻ, ഒഴിവാക്കേണ്ട ഒരു വാക്കായിരുന്നോ കെ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് വന്നത്? നമസ്കാരം. 100%. കാരണം ഒരു രാഷ്ട്രീയ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാളിന് യോജിച്ച സംസാരമില്ല. പക്ഷേ ഇന്ന് കേരളത്തെ രാഷ്ട്രീയം നോക്കുമ്പോൾ ഇതൊരു പുത്തരിയല്ല. കേരള രാഷ്ട്രീയം പോയില്ല സാറേ. ഇവിടെ എന്താ വിലയുള്ളത്? സ്ത്രീകൾക്കും നമുക്കും എന്താ വിലയുള്ളത്? നമ്മൾ ഇനി എവിടെ പോയി ചേരണം? നമുക്ക് കാരണം അങ്ങനെ ഇവിടെ എന്തും ആർക്കും എന്തും വിളിക്കേണ്ട ഗതികേടാണല്ലോ പാർലമെന്റിലും അസംബ്ലിയിലും കാണുന്നില്ലേ? അപ്പൊ എല്ലാം കോടതി പേരിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നത്. അപ്പൊ ആർക്ക് എന്തും പറയാൻ തോന്നിയ മാസം അങ്ങനെ കൊടുത്തു. അതിന് ശിക്ഷ കോടതി. ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. എന്തുകൊണ്ട് ഭരണപക്ഷം പറയാത്തത് എന്തുകൊണ്ട് സാറേ? എന്തുകൊണ്ട് ഭയങ്കരമായ സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് പറയാത്ത കാര്യം എന്താണ്? കേസ് കൊടുക്കണമെന്നോ പ്രതികരിക്കണമെന്നോ പറയാത്ത കാര്യം എന്താണ്? അപ്പോൾ ഇങ്ങനെ വളർത്തിക്കൊണ്ടുപോകാൻ പാടില്ല. കേസ് കൊടുക്കും, ഞാൻ കൊടുക്കും കേസ്. ഞാനും ഇന്ത്യൻ പൗരനാണ്. ഞാൻ അങ്ങനെ കീഴിലായിട്ട് കേസ് കൊടുക്കും. സംശയമൊന്നും വേണ്ട. ശിവദാസ ബാലതാവരം, എനിക്കും ആരെയും പേടിക്കണ്ട. ഇന്ന് കേൾക്കേണ്ട ഗതി നമുക്കില്ല സാറേ. നിങ്ങളെപ്പോലെ പൊതുവേദി ഇങ്ങനെ ഇല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ അറിയും പ്രതികരിക്കാൻ? ഇതൊന്നും മാപ്പ് കൊടുക്കാൻ പറ്റൂല. ഇവർക്ക് എന്താ യോഗ്യത ഉള്ളവന് പറയേണ്ട യോഗ്യത? ഒരു പാർട്ടിയുടെ പേരിൽ കേസ് നെടിഞ്ഞിരുന്നുകൊണ്ട് സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ പറയുന്നില്ല. തെറ്റല്ലേ അവൻ? ഏതായാലും വളരെ നന്ദി അഭിപ്രായം പങ്കുവച്ചതിന്. വടകരയിൽ നിന്ന് ബാലകൃഷ്ണൻ ചേരുന്നു. ബാലകൃഷ്ണൻ, വലിയ തോതിൽ വിവാദങ്ങളിൽ ഇടം പിടിക്കുകയാണ് കെ സുരേന്ദ്രന്റെ വാക്കുകൾ. ഒഴിവാക്കാമായിരുന്നില്ലേ ബാലകൃഷ്ണൻ? എന്താണ് തോന്നുന്നത്? പൊതു സംവിധാന നേതാക്കന്മാരൊന്നും ഇത്തരത്തിലുള്ള ഭാഷകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല സാറേ. അതിലൊന്നും. പിന്നെ കെ സുരേന്ദ്രന്റെ സംസ്കാരം പഠിപ്പിക്കാനൊന്നും മുഹമ്മദ് റിയാസ് വേണ്ട. കെ സുരേന്ദ്രന്റെ സംസ്കാരം പഠിക്കണമെങ്കിൽ റിയാസ് ഒരു ജന്മോടി ജനിക്കണം. എനിക്ക് ഈ വിഷയത്തിൽ അതാ പറയാനുള്ളത്. കണ്ട തോന്നിയാസങ്ങളും ചാനലിൽ നിന്ന് പറയരുത്. അത് സുരേന്ദ്രനായാലും പറയരുത്, റിയാസ് ആയാലും പറയരുത്. സുരേന്ദ്രന്റെ സംസ്കാരം പഠിക്കുവാൻ ഒരു ജന്മവും കൂടി റിയാസ് ജനിക്കണം. ആർക്കും സംസ്കാരം ഇല്ലെന്നാണോ പറയുന്നത്? സംസ്കാരം കുറവ് തന്നെയാ. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറവ് തന്നെയാ. കുറവുണ്ട്. അത് തിരുത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ തന്നെ തിരുത്തിക്കും അദ്ദേഹത്തിനെ കൊണ്ട്. അതെ, മുഹമ്മദ് റിയാസ് അതിനൊന്നും തികഞ്ഞിട്ടില്ല. മുഹമ്മദ് റിയാസ് വേണ്ട. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സംസ്കാരം വെച്ച് കേരളത്തിൽ ഞങ്ങൾക്ക് മൊത്തം അറിയാം. ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സ്ത്രീ പബ്ലിക് തെരുവിലിട്ട് പറയും പോലെ പറഞ്ഞിട്ട് ഒരക്ഷരം കമന്ന് മിണ്ടി അദ്ദേഹം. അത് ശരിയാണ്. എവിടെയാ അവിടെ അദ്ദേഹത്തിന് സംസ്കാരം ഞാനാണ് പ്രതികരിക്കൂ. ഞാനത് ഇച്ചിരി വെറും പൊതു സാധാ പ്രവർത്തകനാണ്. എന്റെ ഭാര്യത്തിൽ ഒരു അക്ഷരം പറഞ്ഞാൽ ഇല്ലാത്തൊരു കിംബദന്തി പറഞ്ഞാൽ ആ സ്പോട്ടിൽ ഞാൻ പ്രതികരിക്കും. കാരണം അമ്മ കാണിച്ചു തന്ന തന്തക്ക് വലിയ രക്തമാണ് എന്റെ ശരീരത്തിലോടുന്നത്. അതുകൊണ്ട് സംസ്കാരം പഠിപ്പിക്കാനും എന്നാണ് പറയുന്നത്. ഏതായാലും വളരെ നന്ദി അഭിപ്രായം പങ്കുവച്ചതിനും. പൊൻകുന്നത്ത് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ശ്രീ തങ്കച്ചൻ എന്താണ് തോന്നുന്നത് ഈ വാക്കുകൾ കേട്ടിട്ട്? കെ സുരേന്ദ്രന്റെയും ഒപ്പം തന്നെ റിയാസിന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ഒക്കെ പ്രതികരണവും ഇതൊക്കെ കേട്ടിട്ട്. ആലപ്പുഴയിൽ നിന്ന് ശശിധരൻ കൂടി ചേരുന്നുണ്ട്. ശശിധരൻ, എന്താണ് ശശിധരന് പറയാനുള്ളത്? ഈ സുരേന്ദ്രനെ സംബന്ധിച്ച്
ഈ വായിൽ വരുന്നത് എന്തും വിളിച്ചു പറയുന്നത് ഒരു സംസ്കാരം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം കേരളത്തിലെ ജനങ്ങളുടെ വിഷയങ്ങളൊന്നും ഇവർ സംസാരിക്കാറില്ല. ജനങ്ങളുടെ വിഷയങ്ങളൊന്നും പറയാറില്ല. ഒന്നെങ്കിൽ CPM അല്ലെങ്കിൽ കോൺഗ്രസിനെ കുറ്റം പറയുന്ന ജോലി മാത്രമാണ് ഇവർക്കുള്ളത്. ഇവരിൽ നിന്ന് നല്ല വാക്കുകൾ വരാത്തതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇവർക്ക് ക്ലച്ച് പിടിക്കാത്തത്. ഇവരിങ്ങനെ തന്നെ സംസാരിക്കൂ. ഇവരുടെ സംസ്കാരം ഇത് തന്നെയാണ്. ഇവരിങ്ങനെ സംസാരിക്കൂ. ഇങ്ങനെ സംസാരിക്കുന്ന സുരേന്ദ്രനാണ് നമുക്ക് ആവശ്യം. എന്താ പറയാ, അതേ തരത്തിൽ നിലനിൽക്കണമെങ്കിൽ ഇത്തരം സുരേന്ദ്രന്മാർ കേരളത്തിൽ ഉണ്ടാകണം. അതാണ്. എന്നാലേ ഇത് അവർ സ്വയം പഠിക്കും. നമ്മുടെ വിളിച്ചാൽ നല്ലതൊന്നും മരുന്നില്ലല്ലോ എന്ന് പഠിക്കുന്ന ഒരു സമയത്ത് മാത്രമേ ഇതിന് പ്രസക്തിയുള്ളൂ. മാത്രമല്ല ഈ വാർത്ത കാണുന്നത് ഇന്ന് 4 മണിക്ക് ശേഷമാണ്. ഈ ദൃശ്യമാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്താൽ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ 4 മണിക്ക് ശേഷമാണ് മാത്രമേ ഈ റിപ്പോർട്ട് വരുന്നത്. വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. പ്രേം നവാസ് ചേരുന്നുണ്ട്. പ്രേം നവാസ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എന്താണ് താങ്കൾക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്? നമസ്കാരം, കൊല്ലത്തു നിന്നാണ്. നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇത് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പൊതുജന മധ്യത്തിൽ പേരും അന്തസ്സും വിലയും നിലയുള്ളവർക്ക് ഇമാതിരി കാര്യങ്ങൾ സ്ത്രീകളെ കുറിച്ച് ഒരു മടിയും കൂടാതെ തുറന്നു പറഞ്ഞാൽ സാധാരണക്കാരുടെ അവസ്ഥ എന്താവും? എന്ത് പറ്റിയെന്നാണ് ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത്? അല്ല, സ്ത്രീകളെ പൊതുവേദിയിൽ വെച്ച് ആക്ഷേപിക്കുക, പൂതനകള് കഴിച്ചു കൊഴുത്ത് എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാമായിരുന്നു അല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഒഴിവാക്കാമെന്ന് മാത്രമല്ല, പക്ഷെ CPM പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇതിനെതിരെ ഒരു നടപടിക്കും മുന്നോട്ട് പോയില്ല എന്ന് പറയുമ്പം അത് വളരെ വേദനാജനകമാണ്. കാരണം ഇതിനെതിരെ ഒരു കേസ് കൊടുക്കാൻ പോലും അവരെ പ്രേരിപ്പിക്കാൻ മന്ത്രി റിയാസിനെ കൊണ്ട് ഇതിനെതിരെ ഒരു വാക്ക് പറയാൻ പോലും പ്രേരിപ്പിച്ച ഘടകം എന്ന് പറഞ്ഞാൽ K. സുധാകരൻ ഇടപെട്ടതാണ്. അദ്ദേഹം അതുപോലെ തന്നെ S. വീണ അവരൊക്കെ ഇതിന് അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. രാഷ്ട്രീയം നോക്കാതെ സ്ത്രീകൾക്കെതിരെയുള്ള ഈ ഇമാതിരി മോശപ്പെട്ട വർത്താനങ്ങൾ പറഞ്ഞവർക്കെതിരെ ഒരു നടപടിയുമായിട്ട് അവർ മുന്നോട്ട് പോയത് K. സുധാകരനായാലും വീണയ്ക്കായാലും എന്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ വരും കാലത്തും ഇതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത്തരക്കാരെ ഒറ്റപ്പെടുത്തണമെന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. കൊല്ലത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, അനിൽകുമാർ. അനിൽകുമാർ, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുണ്ട്രയിലെ ആളുകളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടോ? ചർച്ച ചെയ്യുന്നുണ്ട് സാർ. ഇത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞാൽ BJPക്കാരുടെ യാതൊരു പുള്ളി പാലക്കാട്ടിൽ നിന്ന് പണ്ട് സോളം കൊട്ടാരം വിൽക്കാൻ സമയത്ത് ഒരു സമരത്തിന് വേണ്ടി വന്ന പുള്ളിയാണ്. BJP RS BJP ആയിട്ട് യാതൊരു ബന്ധമുള്ള പുള്ളിയല്ല. പുള്ളി അവിടുന്ന് 500 ആൾക്കാരെ കൂട്ടിയിട്ട് വന്ന് പുള്ളി BJP പ്രസിഡന്റായി. സുരേന്ദ്രന് ബന്ധമില്ലെന്നോ? അല്ലതല്ലെന്ന്, അവിടുന്ന് ഒരു 500 ആൾക്കാരെ കൂട്ടിയിട്ടാണ് ഇവിടെ വന്നത്. അങ്ങനെ വന്നിട്ട് ഈ പുള്ളി ഇങ്ങനെ ഈ പെണ്ണുങ്ങൾക്കെതിരെ ഇത്രയും മോശമായി സംസാരിക്കേണ്ട കാര്യം ശരിയല്ല എന്നാണ് പറയുന്നത് അല്ലേ? തീർച്ചയായും അത് നമ്മുടെ വീട്ടിലായാലും അമ്മമാരും പെങ്ങന്മാരും ഇല്ലേ. ഏതായാലും വളരെ നന്ദി അനിൽകുമാർ, കൊല്ലത്ത് നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. പത്തനംതിട്ടയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, സെയ്ദ്. സെയ്ദിന് എന്ത് തോന്നി സെയ്ദ് ഇത് കേട്ടിട്ട്? എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം അർഹതയില്ലാത്തൊരു അംഗീകാരം കിട്ടിയതിന്റെ ഫലമാണ് ഇപ്പൊ കാണുന്നത് BJPക്ക്. അതായത് അദ്ദേഹം ശബരിമല എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് മാത്രം അർഹതയില്ലാത്ത അംഗീകാരം എന്താ BJP പ്രസിഡന്റ് ആയി എന്നുള്ളതാണോ? അതെ, ആ ഒരു അറിവില്ലായ്മ അദ്ദേഹത്തിനുണ്ട്. അറിവില്ലായ്മ എന്ന് പറയാൻ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നെങ്കിൽ സുരേന്ദ്രൻ എന്തോ ആവുമായിരുന്നു, സംസ്ഥാന പ്രസിഡന്റ് ആവുമായിരുന്നു BJP. ഓ ശരി, അർഹതയില്ലാതെ കിട്ടിയെന്നാണ് താങ്കളുടെ അഭിപ്രായം അല്ലേ? ഇവിടെ വന്ന് പോരാകാലം ഉണ്ടാക്കിയ പുകലൊക്കെ ഞങ്ങൾ കണ്ടു. ആ പുകലിന്റെ പേരിൽ ജനങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ടെന്ന് കരുതി കൊടുത്ത് സ്ഥാനത്ത് ഇരുന്നുകൊണ്ടായി അഹങ്കാരം പറയുന്നത് ചെമ്മാടുത്ത്. ഏതായാലും ഇത് അഹങ്കാരമാണെന്നാണ് പത്തനംതിട്ടയിൽ നിന്ന് സെയ്ദ് പറയുന്നത്. തൃശ്ശൂരിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ സുരേന്ദ്രൻ. ശ്രീ സുരേന്ദ്രൻ, അങ്ങയുടെ പേര് തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷനും ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റേ സുരേന്ദ്രൻ, അതായത് K. സുരേന്ദ്രൻ പറഞ്ഞ കാര്യത്തെ തൃശ്ശൂരിലുള്ള സുരേന്ദ്രനായ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഇത് BJPയുടെ ഒരു സ്വകാര്യ പൊതുചടങ്ങിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പറഞ്ഞപ്പോ അവിടെ കേന്ദ്രമന്ത്രിയുണ്ട്, ശോഭാ സുരേന്ദ്രൻ ഉണ്ട്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും മിക്കവാറും അവരെ പറ്റി ആയിരിക്കാണ് ചാൻസ്. പിന്നെ രണ്ടാമത് പറഞ്ഞത് പണാപഹരണത്തെ പറ്റി പറയാനായിട്ട് ഏറ്റവും നല്ലത് K. സുരേന്ദ്രൻ തന്നെയാണ്. കാരണം അത് വയനാട്ടിലെ ആണോ, അത് കാസർഗോഡെ ആണോ, അത് കൊടകരയാണോ,
അത് ഇതിനെപ്പറ്റിയാണെന്ന് പറഞ്ഞ് മനസ്സിലായില്ല. ഇദ്ദേഹം ഭൂതനെ കണ്ടിട്ടുണ്ടോന്ന് നമുക്കറിയില്ല. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞപ്പോ ഇതിന് കേസ് കൊടുത്തത് വീണാസ് നായരും പിന്നെ മറ്റേ വി ഡി സതീശനൊക്കെ വളരെ ഇതായിട്ട് പറഞ്ഞു കേട്ടു. അപ്പൊ നമ്മുടെ കിടുങ്ങാച്ചിയമ്മ എന്ന് പറഞ്ഞിട്ട് ശ്രീമന്ത് ടീച്ചറെ പറഞ്ഞിരുന്നു. അന്നൊന്നും കേസ് കൊടുക്കാനായിട്ട് വീണാസ് നായരെ കണ്ടില്ല. പെരുമ്പാവൂർ MLA തിരുവനന്തപുരത്ത് കോവളത്ത് വെച്ചിട്ട് ഒരു സ്ത്രീയോട് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇവരൊന്നും കണ്ടില്ല. ഈ വീണാസ് നായരുടെ മുന്നിൽ വെച്ചിട്ടാണ് മറ്റേ കോവളത്തൊക്കെ ഈ പരിപാടികളൊക്കെ ഉണ്ടായത്. ഇത് സുരേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞാൽ ഇത് ചോദ്യം ചെയ്യാനൊന്നും ഇവർക്കൊന്നും ഒരു അർഹതയും ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ സുരേന്ദ്രൻ? ഇവർക്ക് പറയാനല്ല, ഇവർക്കും അർഹതയില്ല, മറ്റേത് ഒഴിവാക്കേണ്ടതുമായിരുന്നു. ഏതായാലും തൃശ്ശൂരിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് വളരെ നന്ദി. കോഴിക്കോട് നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, മൊയ്തീൻ. ശ്രീ മൊയ്തീൻ, എന്ത് തോന്നി ഈ വാക്കുകൾ കേട്ടിട്ട്? അത് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിലെങ്കിലും ഇങ്ങനെ ഇങ്ങനത്തെ ഈ പൊതുപ്രവർത്തകരെങ്ങനെ അവഹേളിക്കുന്ന ഈ ഒരു ഇത് നിർത്തണം. അതൊരു നല്ലൊരു ഇതല്ല. നമുക്ക് കുറേ കൂടെ ഒരു രാഷ്ട്രീയ കേന്ദ്രീകൃതമായി സംസാരിക്കണം അല്ലേ? ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണം. അന്ന് അങ്ങനെയാണ് വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെയെങ്കിലും അത് വേണം. നമ്മൾ മര്യാദ ഒരു വ്യക്തിപരമായിട്ടുള്ള എന്തായാലും ഒരു പൊതുപ്രവർത്തകരാണ്. അപ്പൊ അതൊക്കെ പറയുമ്പോ കുറച്ചും പാടി ഒരു മര്യാദയാകാം അല്ലേ? ഏതായാലും വളരെ നന്ദി. ശ്രീ മൊയ്തീൻ കോഴിക്കോട് നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന് തിരുവനന്തപുരത്ത് നിന്ന് ജയകുമാർ വിളിക്കുന്നുണ്ട്. ജയകുമാർ, എന്താണ് ജയകുമാറിന് പറയാനുള്ളത്? ശ്രീമതി ഉഷ വിളിക്കുന്നുണ്ട്. ശ്രീമതി ഉഷയ്ക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഈ കമ്മ്യൂണിസ്റ്റിലായാലും കോൺഗ്രസിലായാലും BJP-യിലായാലും ഏതെങ്കിലും ഒന്ന് വിവരവും വിദ്യാഭ്യാസമുള്ള ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ? അത് ശരി. അല്ല, എല്ലാത്തിലും വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ ഉണ്ട്. ഏത് വിദ്യാഭ്യാസം ഉണ്ട്? എല്ലാം പൈസ കൊടുത്ത് കയറിയത്. ഈ 5 കൊല്ലം അങ്ങോട്ടും ഇങ്ങോട്ടെങ്കിൽ തള്ളയ്ക്കും തന്തയ്ക്കും വിളിച്ച് ഒരു 5 കൊല്ലം എങ്ങനെയെങ്കിലും നീക്കണം. അത്ര ഒറ്റ ഒരെണ്ണേ ഉള്ളൂ ഇവർക്ക് പരസ്പരം. അതുകൊണ്ടാണോ ഈ വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൂടുതൽ ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ ആളുകൾ പറയുന്നതെന്നാണോ? നല്ല ചുണയുള്ള പയ്യന്മാരും പെമ്പിള്ളേരും ഇപ്പോഴുണ്ട്. ഇതിനെല്ലാം അടിച്ച് കളഞ്ഞിട്ട് നല്ല ഒരു പയ്യന്മാര് ചുണയുള്ള പിള്ളേരെ കഴിക്കണം. ശരി, ഇവരൊന്നും പോരാ, ചുണ പോരാ എന്നാണ് പറയുന്നത് അല്ലേ? ഇതൊക്കെ കൈയിട്ട് വരാനും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളയ്ക്കും തന്നെങ്കിലും വിളിക്കാനുള്ള ഇതിനെയൊക്കെ ജനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അതാണ് ചെയ്യേണ്ടത്. ഏതായാലും വളരെ നന്ദി ശ്രീമതി ഉഷ അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക്. പൊതുവേദിയിലേക്ക് വീണ്ടും സ്വാഗതം. കെ സുരേന്ദ്രൻ്റെ പൂതന പ്രയോഗത്തെ സംബന്ധിച്ചാണ് പൊതുവേദി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. തമ്പാൻ പയ്യന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ തമ്പാൻ, എന്തു തോന്നുന്നു ഈ വാക്കുകൾ കേട്ടിട്ട്? ഈ വാക്കുകൾ കേട്ടിട്ട് പറയുന്നത് സാറേ, ഇന്ന് രാഷ്ട്രീയത്തിന് എല്ലാ നന്മകളും ഊർന്നു പോകുമായിരുന്നു. രാഷ്ട്രീയത്തിന് നന്മയും മനുഷ്യത്തെല്ലാം ഊർന്നു പോയിക്കൊണ്ടിരിക്കുക. ഇത് മൊത്തത്തിലൊരു രാഷ്ട്രീയത്തിന്റെ മൂല്യച്യുതിയാണ്. പ്രതിബദ്ധതയില്ല, വായിൽ തോന്നുന്നു വിളിച്ചു പറയാ. ഇങ്ങനെയുള്ള എന്താ പറയണ്ടേ, ഒരു അടിസ്ഥാനപരമായ രാഷ്ട്രീയം ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. കുറെ കൂടി സഭ്യമായി നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ പെരുമാറണമെന്നാണ് ശ്രീ തമ്പാന് പറയാനുള്ളത് അല്ലേ? ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. പള്ളുരുത്തിയിൽ നിന്ന് ഡേവിഡ് വിജയ് വിളിക്കുന്നുണ്ട്. ശ്രീ ഡേവിഡ്, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? രാഹുൽ ഗാന്ധി ആയാലും സുരേന്ദ്രനായാലും വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഒരു സമുദായത്തിനെതിരെയായാലും സ്ത്രീകൾക്കെതിരെയായാലും ഈവൻ ആർക്കെതിരെയായാലും അതിൻ്റെതായ ഒരു ലിമിറ്റ് ഉണ്ട്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും വാക്കുകൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കണമെന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? ഒരു മിനിറ്റ്, സുരേന്ദ്രൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത്രയും വിവരക്കേട് പറഞ്ഞ വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആകണമെന്ന് പറയുന്നത്. നാളെ എന്നിട്ട് സതീശൻ പറയുന്നത് സുരേന്ദ്രനെതിരെ കേസ് കൊടുക്കണം. ഇന്നലെ വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മലയാളത്തില്. രാഹുൽ ഗാന്ധിക്കെതിരെ രണ്ടാമത് സവർക്കറുടെ കുടുംബക്കാരിപ്പോഴും ജീവിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയില്. അവരുടെ കാരണവരെ അപമാനിച്ചതിന് വേറൊരു കേസും കൂടി അയാൾക്കെതിരെ വന്നിട്ടുണ്ട് ഇപ്പൊ ദാദർ കോടതിയിൽ. അപ്പൊ ആരായാലും ഇത് സൂക്ഷിക്കണം. എനിക്ക് സതീശനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായമൊന്നുമില്ല. വളരെ സൂക്ഷിച്ചേ സംസാരിക്കുള്ളൂ. ഇത്ര പക്വതയിൽ സംസാരിക്കുന്ന ഒരു നേതാവുണ്ടല്ല. അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ അവകാശം ഉണ്ടാകാം. പക്ഷെ എല്ലാവർക്കും അതിനുള്ള അവകാശമില്ല. അതാണ് ചിലവര് പറയുന്നത് വളരെ മോശമായിട്ട്. അപ്പൊ അവരെങ്ങനെ പറയുന്നു, അത് അവരിന്ന് അതേ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് ഇതൊക്കെ കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് തന്നെ പറയും. ഈ രാഹുൽ ഗാന്ധി ആയാലും സുരേന്ദ്രനായാലും ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ഈവൻ മാത്യു കുഴൽനാടൻ 1ാം ക്ലാസ്സിലല്ലേ എത്തിയിട്ടുള്ളൂ. അതായത് LKG UKG ഒന്നാമത്തെ പ്രാവശ്യമാണ് പുള്ളി മന്ത്രിസഭയിൽ എത്തുന്നത്. എന്ത് എന്താണ് വളരെ പക്വതോടെ ഇതൊക്കെയാണ് സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി ഇത്ര പ്രകോപനം ഉണ്ടാക്കിയാലും എന്തുണ്ടാക്കിയാലും ഈ 1ാം ക്ലാസ് വിദ്യാർത്ഥിയാണെങ്കിലും സതീശനെ പോലെ SLC കഴിഞ്ഞ് നിയമസഭയിലെ വിദ്യാർത്ഥിയാണെങ്കിലും അവര് പറയുന്നതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ എല്ലാവർക്കും അതില്ല അല്ലേ? ഏതായാലും വളരെ നന്ദി ശ്രീ
മഹാനായ നേതാവിന് പള്ളുരുത്തിയിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് മലപ്പുറത്ത് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. നാരായണൻ. ശ്രീ നാരായണൻ, മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? മലപ്പുറം രാമപുരം സാർ. രാമപുരത്തെ ആളുകളൊക്കെ എന്താണ് ഈ വിഷയം കേട്ട് ചർച്ച ചെയ്യുന്നുണ്ടോ? എന്താണ് അവരൊക്കെ പറയുന്നത്? എന്താ വിഷയം? ഇതിപ്പോ തമ്മിൽ പഴിയാരാന്നുള്ളത് നമ്മൾ സാറേ കുറെ കാലമായിട്ട് കേട്ടിട്ട്. ഇതിപ്പോ ഒരു മന്ത്രിമാര് ഏത് മന്ത്രിസഭ നിലനിൽക്കണമെങ്കിലും മലയാളിമാർ വേണം. അതിപ്പോ നമ്മളെ ഫാമിലി മാത്രം സൈഡ് മറ്റുള്ളവർ ചീഫ് എന്ന് ചിന്തിക്കുന്നവരാ. ഒരേ വൺ സൈഡ് രാഷ്ട്രീയം ചിന്തിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നും. 60 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് ഈ 10 വർഷം കൊണ്ട് മോദി ചെയ്തു. കേരളത്തില് ദരിദ്രമില്ലാതായി. 60 വർഷം കൊണ്ട് അതായിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഈ പ്രസ്താവന അങ്ങക്ക് ബോധ്യപ്പെട്ടോ ഇല്ലയോ? എന്താണ് ഏതാ പ്രസ്താവന? പൂതന പ്രയോഗം കെ സുരേന്ദ്രൻ തൃശ്ശൂരിൽ നടത്തിയ പൂതന പ്രയോഗത്തെ പറ്റി അങ്ങക്ക് എന്താണ് പറയാനുള്ളത്? ഓരോരോ രാഷ്ട്രീയക്കാരെ അവനാര് ഏതായാലും വളരെ നല്ലത്. എറണാകുളത്ത് ശ്രീ ബാലൻ ചേരുന്നുണ്ട്. ശ്രീ ബാലൻ എറണാകുളത്ത് നിന്ന് വിളിക്കുന്നു. എവിടെ നിന്നാണ് ബാലൻ എറണാകുളത്ത് വിളിക്കുന്നത്? എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ബാലൻ എന്നോട് സംസാരിക്കൂ. ടി വിയിൽ നോക്കി സംസാരിക്കുന്നത് കൊണ്ടാണ് അങ്ങക്കിത് കേൾക്കാത്തത്. ജോസഫ് തൃശ്ശൂരിൽ നിന്ന് ജോസഫ് വിളിക്കുന്നു. ശ്രീ ജോസഫ്, എന്താണ് അങ്ങക്ക് പറയാനുള്ളത്? ഞാനതിന്റെ വിഷ്വൽ കണ്ടപ്പോൾ ഞാൻ പിന്നിലിരിക്കുന്ന സ്ത്രീകളെ നോക്കി. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. പിന്നെ ഇദ്ദേഹം ഈ കഴിക്കുന്ന ഉള്ളി ഇത്ര അപകടം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് അദ്ദേഹം ആദ്യമായിട്ടൊന്നുമല്ലാതെ മാസത്തിലെ ഏതാണ്ട് ഇതിന്റെ 90% വരുന്നതൊക്കെ അടിച്ചു വിടാറുണ്ട് ഇയാളെ. പിന്നെ ഇയാളുടെ ഉള്ളി മുതലൊക്കെ നമുക്ക് അറിയാലോ. പിന്നെ നമ്മുടെ സുധാകരൻ മോശമാണോ? പിണറായി വിജയൻ മാത്രം ഒന്നും ഒന്നും പറയാൻ പാടില്ലാത്ത ആളുള്ളൂ. ഈ സുധാകരനൊക്കെ പിണറായി വിജയന്റെ 100 രൂപ പറഞ്ഞിട്ടുണ്ട്. ഈ സുരേന്ദ്രനോ ഒരു 10,000 രൂപ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഒന്ന് അടിക്കുന്ന വിടലുകൾ കണ്ടോ? എന്താ ആഭാസങ്ങളൊക്കെ പറയുന്നത്? നോണയും തെറിയ പറയുള്ളവര്. താൻ നീ ഇവൻ പോരാ. ഒരു സുരേഷനും ഒരു ഗോപാലകൃഷ്ണന്മാരൊക്കെ വരുവോടെ. കൂട്ടത്തില് കോൺഗ്രസിന്റെ ചാമത്താളന്മാരും എന്തൊക്കെ അവരും മിണ്ടും ആരും മിണ്ടരും. തിരിച്ചു നിങ്ങൾക്ക് എന്ത് തോന്നിയാസം പറയാം. അപ്പന് വിളിക്കും, അമ്മയ്ക്ക് വിളിക്കും, എന്തൊക്കെ ആഭാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന. വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തത്. എറണാകുളത്ത് നിന്ന് വിമൽ വിളിക്കുന്നുണ്ട്. വിമൽ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? എറണാകുളത്ത്. ഞാൻ എറണാകുളത്ത് കോതമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത്. കോതമംഗലത്ത് നിന്ന്. എന്താണ് ശ്രീ വിമലിന് ഈ വാക്കുകൾ കേട്ടപ്പോൾ തോന്നിയത്? ഈ കെ സുരേന്ദ്രൻ നേതാവ് എന്ന് പറയുന്ന കെ സുരേന്ദ്രന് കേരള ജനത ഒരു വിലയിട്ടിട്ടുണ്ട്. അതിന്റെ മുകളിലേക്കുള്ള ഒരു വർത്തമാനമൊന്നും കെ സുരേന്ദ്രനെ കൊണ്ട് കഴിയില്ല. അതാണ് തെളിയിക്കുന്നത്. ഈ ബി.ജെ.പിയുടെ കുറെ വനിതാ നേതാക്കളെ മുമ്പിലിരുത്തിക്കൊണ്ടാണല്ലോ ഇങ്ങനെ ഈ പദപ്രയോഗങ്ങളെല്ലാം നടത്തുന്നത്. അയാൾക്ക് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് ശ്രീ വിമൽ കരുതുന്നത് അല്ലേ? എങ്ങനെ? അത് ഒഴിവാക്കേണ്ട ഒരു പ്രയോഗമായിരുന്നു എന്നാണ് ശ്രീ വിമൽ കരുതുന്നത്. തീർച്ചയായിട്ടും അവർക്കുടെ നിലവാരമാണ് അതിൽ വ്യക്തമായെന്നാണ് വിമലിന്റെ അഭിപ്രായം. ഏതായാലും വളരെ നന്ദി. പാലയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. ശ്രീ ഉമേഷിന് എന്താണ് പറയാനുള്ളത്? സാറേ, ബി.ജെ.പി എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ സൂക്ഷിക്കണം. ഓരോ ചുവടും സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ. നടപ്പിലും ഇരിപ്പിലും വർത്താനം പറച്ചിലും അവരുടെ പ്രവൃത്തിയിലെല്ലാം വളരെ സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇടതിനും വലതിനും കൂടി മുട്ടിപ്പിച്ച് നാശമാക്കി കട്ടുമുടിച്ചും ഇല്ലാത്ത അനാവശ്യം പറയുകയും തെരുവുകയും ചീത്ത പറയുകയും പെണ്ണുങ്ങളെ ഉദ്രവിക്കുകയും ബലാത്സംഗവും പീഡനവും എല്ലാം നടത്തി മുടിപ്പിച്ച് നാശമാക്കിട്ടെ. ഇനിയിപ്പോ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ ബി.ജെ.പി ഇല്ല. ആ ബി.ജെ.പി എങ്കിലും നല്ല രീതിയിൽ പോയില്ലെങ്കിൽ ബി.ജെ.പി കൂടുതൽ പറ്റതപ്പം തോന്നില്ല. ശ്രദ്ധിച്ച് സംസാരിക്കണം എന്നാണ് ശ്രീ ഉമേഷ് പറയാനുള്ളത് അല്ലേ? വേറൊരു കാര്യം കൂടെ ഉണ്ട് നമ്മുടെ കേരളത്തില്. ബി.ജെ.പിയുടെ പുറകെ ടെലസ്കോപ്പ് ആയിട്ട് ഇവിടുത്തെ കുറച്ച് ചാനലുകാർ നടപ്പുണ്ട് എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി. നരേന്ദ്രമോദി പുറകെ ബെർമുഡയിൽ ഒരു രസമില്ല. ടെലസ്കോപ്പ് നമ്മൾ എല്ലാവരുടെ പുറകെ വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം. നരേന്ദ്രമോദിക്ക് ബെർമുഡ നയിക്കൊണ്ട് നടക്കാൻ നമുക്ക് കുറെ നാളായല്ലോ. ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിച്ച് അഭിപ്രായം പങ്കുവെച്ചതിന്. വൈക്കത്ത് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്. രാജേഷ്, എന്താണ് ഇത് കേട്ടപ്പോൾ അങ്ങേക്ക് തോന്നിയത്? മറ്റൊരു കോളർ കൂടിയുണ്ട്. എറണാകുളത്ത് നിന്ന് പത്മാവതി. ശ്രീമതി പത്മാവതി, സമയപരിമിതി കൊണ്ട് ഇന്നത്തെ പൊതുവേദി ഇവിടെ അവസാനിക്കുന്നു. നന്ദി. മറ്റൊരു വിഷയവുമായി നാളെ കാണാം.